ഇവിടെ കേരളം കൈവരിച്ച നേട്ടത്തെ കുറച്ച് കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിദാരിദ്ര്യമുക്തമാവുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. അത് ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ഒരു സ്വപ്നമാണ്. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും താമസിക്കാനായിട്ട് മേൽക്കൂരയുള്ള ഒരു കിടപ്പാടം ഉണ്ടാകുന്നു. അങ്ങനെ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങളെല്ലാം, അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിനാശേരി, അതെല്ലാവരും സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ അതിലേക്ക് എത്തി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എത്താതെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൂടി ആ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ വിഷയത്തിൽ നടക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ പട്ടിക തയ്യാറാക്കിയത് പൊടുന്നനെയാണോ, ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കിയ ഒരു പട്ടികയാണോ, ഈ പട്ടികയ്ക്കായി നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. നാളെ മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തതയാകുമെന്നാണ് ഇന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. ക്രൈറ്റീരിയ അതെ. അപ്പോൾ ഈ നടത്തിയ ആളുകൾ, അതുപോലെ തന്നെ ഇതിന് മേൽനോട്ടം വഹിച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നാളെ മുഖ്യമന്ത്രി പറയുമെന്നാണ് മുഖ്യമന്ത്രി പറയുമെന്നാണ് മന്ത്രി പറഞ്ഞ് ഉച്ചയ്ക്ക് അവസാനിപ്പിക്കുന്നത് ഞാൻ കേട്ടത്. എന്തായാലും ഇവിടെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 2021 ജനസംഖ്യയുടെ 0.7% മാത്രമാണ് ദരിദ്രരായി ഉണ്ടായിരുന്നത്, അതായത് അതിദരിദ്രരായി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദരിദ്രരുടെ ഈ കണക്കിൽ നിന്നാണ് തുടർഭരണം കിട്ടിയ ഇടത് സർക്കാർ വന്നിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത ആദ്യത്തെ തീരുമാനം 2021 തുടർഭരണം കിട്ടുന്നു, അധികാരത്തിലെത്തുന്നു, അതിനുശേഷം ചേരുന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗം എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ്. അതാണ് ഇതിന്റെ ഈ തീരുമാനത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്.